ഹലോ, നമുക്ക് ഒരു സർട്ടൻ ഏജ് ആവുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കും. ഈ ഒരു കാര്യം ഒരു 10 കൊല്ലം മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കുറെ കൂടെ സ്മൂത്ത് ആയിരുന്നു. അപ്പം അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പം എനിക്ക് 30 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. എൻ്റെ 20കളിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ ഇതും കൂടെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ പലരുടെയും ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു മെൻറ്റർ ഇല്ല എന്നുള്ളതാണല്ലോ. ഞാനൊരു മെൻറ്റർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ ജെനുവിനായിട്ട് എൻ്റെ ചെറിയ അനിയന്മാരോടും അനിയത്തിമാരോടും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് കാര്യത്തിലൂടെ കിടക്കാം. ഒന്നാമത്തത്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 10% നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പഠിക്കണം. ഇത് പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ ട്രസ്റ്റ് മീ, ആ 10% രൂപയാണ് നിങ്ങളുടെ 30കളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം. നമുക്കറിയാം, നമുക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്ന സമയത്ത് കിട്ടിയത് മുഴുവൻ പൊളിക്കാനുള്ള ഒരു 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 ത്വര നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. പിന്നെ ആ സമയത്ത് നമ്മുടെ പാരൻസൊക്കെ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അവർ കുടുംബം നോക്കിക്കോളും എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ വരുമാനം കൊണ്ട് വീട്ടിൽ ഒരു ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. അപ്പോഴൊക്കെ നമുക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് അമ്മാനം കാണാനൊക്കെ തോന്നും. പക്ഷേ നിങ്ങളുടെ 30കൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യാൻ പോകുന്നത് കയ്യിൽ അല്ലെങ്കിൽ ബാങ്കിൽ ബാലൻസ് ഉള്ള ആ ഒരു പൈസനെ കൊണ്ടായിരിക്കും. സോ ഞാൻ പറയുന്നു, 10%, നിങ്ങൾക്ക് 10,000 രൂപ കിട്ടിയാലും നിങ്ങൾക്ക് 20,000 രൂപ കിട്ടിയാലും എത്ര രൂപ കിട്ടിയാലും അതിൻ്റെ 10% നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി കാര്യം. ഈ 10% നിങ്ങൾക്ക് SIP-ലിടേ, ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കൊണ്ടിടേ, അതല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഗോൾഡ് മേടിക്കുക. ഗോൾഡിനൊക്കെ ഇപ്പം എന്താ വില. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല നല്ല ചിട്ടികളൊക്കെ ഉണ്ടായിരിക്കും. ആ ചിട്ടികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതെന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റി വയ്ക്കുക. ഈ 10% സേവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ബാക്കിയുള്ള പൈസ മുഴുവൻ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ ദിസ് 10% അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതിൻ്റെ വില നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ 30കളിലായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. നമ്മൾ പൈസ സേവ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ പൈസ സേവ് ചെയ്യാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഈ ഇൻവെസ്റ്റ് ചെയ്യാന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭാവിയെ കുറിച്ചിട്ട് കുറേ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, എനിക്ക് ഇന്നത് ചെയ്യാനാണ് താല്പര്യം. നമ്മുടെ ഉള്ളിൽ നിന്ന് തട്ടിയിട്ടൊരു സാധനം വരും. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ബ്ലിസ് എന്നോ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മേ ബി ഒരു പർട്ടിക്കുലർ സർട്ടിഫൈഡ് കോഴ്സ് ചെയ്യാന്നുള്ളതായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാന്നുള്ളതായിരിക്കും. അങ്ങനെ നമ്മളെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ മേ ബി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ജോയിൻ ചെയ്യാന്നുള്ളതായിരിക്കും. ആൻഡ് ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്താൽ നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, വിച്ച് ഇസ് കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ജിമ്മിലൊക്കെ മെമ്പർഷിപ്പൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ 20കളിൽ അല്ലെങ്കിൽ ഏർലി ഏജസിൽ നിങ്ങളത് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം എഗൈൻ നിങ്ങളുടെ 30കളിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കോഴ്സിൽ നിന്നോ ഇൻറ്റേൺഷിപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ വിലപ്പെട്ട സംഗതിയായിട്ട് മാറും. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the third point. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ആ പ്രായത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു റെസിസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്ന് പുല്ല് പോലെ നമുക്കിത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ഒരു കാര്യം പറഞ്ഞാൽ അത് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അതായത് ഇമ്പൾസീവ് ഷോപ്പിംഗ് ഒഴിവാക്കാം. നമ്മൾ ജീവിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് എവിടെ എന്ത് കണ്ടാലും അതൊക്കെ മേടിക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് മേടിക്കാം എന്നുള്ളൊരു ത്വര ഉണ്ടാകുന്ന ഒരു ടൈമാണ്, പ്രത്യേകിച്ച് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഇമ്പൾസീവായിട്ട് പെട്ടെന്നൊരു സാധനം കാണുമ്പോൾ അപ്പം തന്നെ അത് മേടിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഓൺലൈനൊക്കെ ആണെങ്കിൽ ആ ഐറ്റത്തിനെ കാർട്ടിലോട്ട് പറക്കിയിട്ടിട്ട് ഒരു 24 മണിക്കൂർ മിനിമം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് തോന്നും, ഓക്കെ ഇത് വേണ്ടിയിരുന്നില്ല, ഇതെത്ര വേണ്ട ഒരു സാധനമല്ല എന്നൊക്കെ പലതിനും കാണുമ്പോൾ നമുക്ക് തോന്നും. അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവർ ഷോപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് നമ്മളും മേടിക്കണം എന്നുള്ളൊരു സാധനമൊക്കെ നമുക്ക് തോന്നിയിട്ട് ചിലപ്പോൾ നമ്മളൊരു ഡ്രസ്സിന് അല്ലെങ്കിൽ ഷൂസിനൊക്കെ 1500, 1200, 2000, 3000 എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം വരും, ഇത്രയൊന്നും പൊട്ടിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത്.
അപ്പോൾ ആ ഇമ്പൾസീവ് ഷോപ്പിങ്ങിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന പൈസ സേവ് ചെയ്യാൻ പറ്റിയാൽ അത് ഭയങ്കര വലിയൊരു വെൽത്തായിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്ത പല ഷോപ്പിങ്ങിലും ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു പൈസ കയ്യിലുണ്ടായിരുന്നെങ്കിൽ വളരെയധികം കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഹാബിറ്റ് എനിക്ക് ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരുപാടൊന്നും അങ്ങനെ പൈസ കളയുന്ന ഒരാളല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്രയൊന്നും കാര്യങ്ങൾ ഇത്ര സ്ഥലങ്ങളിലൊന്നും നമ്മൾ ചിലവാക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത്. ആൻഡ് 4ാമത്തെ പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറയണത് എൻ്റെ പ്രായമാകുമ്പോഴാണ് അതിൻ്റെ വില ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ടൈമാണ് നമ്മുടെ കയ്യിലത്തെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഗതി. അതിന് അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണിൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് കുമിഞ്ഞു കൂടും. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന്, വാട്സാപ്പിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ നിറയെയുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്ന് ഈ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ പുറകെ നമ്മൾ പോകുമ്പം നമ്മൾ എൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്തിട്ട് ചിലപ്പോൾ 4-5 മണിക്കൂറൊക്കെ അതിൻ്റെ പിന്നിൽ വേസ്റ്റാക്കി കളയും. അതിലത്തെ 1 മണിക്കൂർ, നിങ്ങൾ ആ വേസ്റ്റാക്കി കളയുന്നതിലത്തെ 1 മണിക്കൂർ നിങ്ങളൊരു നല്ല ലാംഗ്വേജ് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ഒരു കാര്യം നന്നായിട്ട് പഠിക്കാനോ, കുറഞ്ഞ പക്ഷം ഒരു ന്യൂസ് ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യം മനസ്സിലാക്കാനോ എടുത്താൽ അതിനെക്കൊണ്ട് നിങ്ങളുടെ കരിയറിലും ലൈഫിലും ഉണ്ടാകാൻ പോകുന്ന ഗ്രോത്ത് ട്രമൻഡസ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ പോയിന്റിലോട്ട് കിടക്കാം. ഈ പോയിന്റിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. വേണമെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, അതെന്തായാലും ചെയ്യില്ലെങ്കിൽ വളരെ നിങ്ങൾ കഷ്ടപ്പെടുന്നുള്ളൊരു കാര്യം. അത് വേറെ ഒന്നുമല്ല, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ആ ഒരു യങ് പ്രായം തൊട്ട് തന്നെ ശീലിക്കുക. ഒരു 6-7 മണിക്കൂർ നല്ല ഭംഗിയായിട്ട് ഉറങ്ങി ശീലിക്കുക. കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ ബൗണ്ടറീസ് നന്നായിട്ട് സെറ്റ് ചെയ്യുക. ഇത്ര ടൈം കഴിഞ്ഞാൽ ഞാൻ അവൈലബിൾ അല്ല, എന്നെ ആരും വിളിക്കണ്ട, എന്നോട് ആരും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ആ സമയത്ത് നിങ്ങൾ ബെഡിൽ പോയിട്ട് ശീലിക്കുക. എന്നുവെച്ചാൽ ഒരു 10 മണി എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോവുക. 10 to 6 to 7 hours നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങുക. അപ്പോൾ ഇതെന്തിനത് പറയണേന്ന് ചോദിച്ചാണ്ടല്ലോ, ഈ ഉറക്കമില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ സ്ട്രെസ്സ് പോലത്തെ കാര്യങ്ങൾ, ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ വരാൻ പോകുന്നത്. നമുക്ക് ഉറക്കമില്ലാത്തതിനെ കൊണ്ട് നമ്മുടെ എനർജി ഇല്ലാണ്ടാവാൻ പോകുന്നത്, നമ്മൾ മെൻ്റലി ഫിസിക്കലി ഏറ്റവും വീക്കാവാൻ പോകുന്നത് ഒക്കെ ഉറക്കമില്ലാണ്ടാവുമ്പോഴാണ്. അതേപോലെ സൗന്ദര്യ പ്രശ്നങ്ങൾ, ഈ ഡാർക്ക് സർക്കിൾസ് വരിക, ഇതൊക്കെ നിങ്ങളുടെ 30കളിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് വരും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ. അതേപോലെ തന്നെ നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും. ഇങ്ങനെ സകല പ്രശ്നങ്ങളെയും ട്രിഗർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആയുസിനെ തന്നെ കുറയ്ക്കാൻ പോകുന്നത് നമുക്ക് ഉറക്കമില്ലാണ്ടാവുമ്പോഴാണ്. നന്നായിട്ട് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ അടുത്ത ദിവസം അയാൾക്ക് വേണ്ടുന്ന എല്ലാ ടാസ്കുകളും ചെയ്യാനുള്ള നല്ല എനർജി ഉണ്ടായിരിക്കും. ആൻഡ് ആ പ്രായത്തിലും അത് കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലൊക്കെ ആ ഒരു എനർജി ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങുന്നതിൻ്റെ ഗുണഗണങ്ങൾ പല വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതൊരിക്കലും റെഫർ ചെയ്ത് പറയുന്നതല്ല, പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ലൈഫിൽ അയാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത് ഈ പൈസ ഉണ്ടാക്കലോ ബിസിനസ്സിൽ ഹാർഡ് വർക്ക് ചെയ്യലോ ഒക്കെ അല്ലെങ്കിലും നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം, നല്ല പോലെ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും നമ്മുടെ കസിൻസുമായിട്ടും ഒക്കെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വല്ലപ്പോഴൊക്കെ ഒരു ദിവസം അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കുറച്ച് ഉറങ്ങാണ്ടിരിക്കുക, അതിനൊന്നും നമ്മൾ എതിരല്ല കേട്ടോ. അതൊക്കെ രസമുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പാർട്ടിങ് കൾച്ചർ, ലേറ്റ് നൈറ്റൊക്കെ കഥയും പറഞ്ഞിരുന്ന് അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങുന്ന കൾച്ചർ, ആ ഒരു സംഗതിയൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കരുത്. വിൽ റിഗ്രറ്റ് ഇറ്റ്. ഇനി നമുക്ക് നമ്മുടെ 6th പോയിന്റിലോട്ട് കിടക്കാം. ഈ പോയിന്റ് പറയണേക്കാട്ടിലും മുമ്പ് എനിക്ക് ചില ആൾക്കാരോട് വളരെയധികം നന്ദി പറയാനുണ്ട്. ലൈക്ക് ഞാൻ ലൈഫിൽ മുഴുവൻ അവരോട് കടപ്പെട്ടിരിക്കും എന്ന് പറയാനുണ്ട്. അത് വേറെ ആരോടും അല്ല, എൻ്റെ പാരൻസിനോടും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടൊക്കെയാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് എൻ്റെ ഉള്ളിൽ വളരെ ചെറുപ്പത്തിൽ ബിൽഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഹാബിറ്റാണ് ബുക്സ് വായിക്കുക എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു പുതിയ ജെൻസി എന്നൊക്കെ പറയുന്ന ജനറേഷനിൽ വളരെ കുറവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു ഹാബിറ്റും വായന ഇല്ല എന്നുള്ളതാണ്. ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, പക്ഷേ ഈ ഒരു സംഗതി ഇല്ലാണ്ടിരിക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ കരിയറിലും കാര്യങ്ങളിലൊക്കെ നമുക്കുണ്ടാവും.
അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെ പേഴ്സണൽ എക്സാമ്പിൾസ് എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ കടന്നുകൂടിയിട്ടുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ ഫസ്റ്റ് ജോബിലേക്കുള്ള ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളത് ബുക്സ് വായിച്ചത് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള നോളജ് എന്നുമാണ്. നോട്ട് ഓൺലി ബുക്സ്, ആർട്ടിക്കിൾസ്, ന്യൂസ് പേപ്പർ, അങ്ങനെ എല്ലാത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള നോളജ് എന്നാണ് പലതും നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നുള്ള ബുക്കിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന നോളേജ് ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പായിട്ട് വരാമെന്നുള്ളത് നമുക്ക് തന്നെ അത്ഭുതമായിരിക്കും. പ്ലസ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഒരാൾക്ക് സക്സസ്ഫുൾ ആവാൻ വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഒരു മീഡിയോക്കർ ലൈഫ് ജീവിക്കുന്ന, ആവറേജ് ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നത് നമുക്കുള്ള ഇൻ്റലക്ച്വൽ ഫ്രീഡം, നോളേജ്, ഒരു കാര്യത്തിനെ പല ആംഗിളിൽ കാണാനുള്ള കഴിവൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് ബുക്സ് വായിക്കുന്ന ശീലത്തിൽ നിന്നൊക്കെയാണ്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ വായിച്ചു തുടങ്ങിയിട്ടുള്ള പുസ്തകമാണ് ഇത്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഇത് ഒരുപാട് ആൾക്കാർ ഓൾറെഡി വായിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു സംഗതിയായിരിക്കും. ടെക്സ്റ്റ് ബുക്സ് പോലത്തെ ബുക്സ് ആയതുകൊണ്ടാണ്, ലൈഫിലേക്കുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഞാൻ ജസ്റ്റ് 5 പേജസേ വായിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ 5 പേജസിൽ നിന്ന് എനിക്ക് ചില ഏരിയയിൽ കിട്ടിയിട്ടുള്ള വിസ്റ്റം അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അടിപൊളി സാധനമാണ്. ആ ഒരു നോളേജ് ഉള്ള ആളും അതില്ലാത്ത ആളും തമ്മിലുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ബുക്സ് വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം. പലരും പറയും ബുക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മടിയാണ്, വായിച്ച ശീലമില്ലെന്നൊക്കെ. എനിക്കും ആ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. പല സമയത്ത് വായിക്കുന്ന സ്ഥലത്തിൽ ഒരു പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലത്തെ സിറ്റുവേഷൻ എനിക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളെ കൺവിൻസ് ചെയ്യണം. എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം? ഞാൻ ഇന്ന് 2 വരിയെ വായിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യുക. 2 വരി വലിയൊരു ഒരു ടാർഗറ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ ബുക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 2 വരി വായിച്ചിട്ടല്ല നമ്മൾ നിർത്തുക. ഒരു പാരഗ്രാഫ്, 2 പാരഗ്രാഫ്, 3 പാരഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീളും. സോ കുറഞ്ഞ പക്ഷം ബുക്ക് വായിക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബെഡ് ടൈം റുട്ടീൻ ആക്കിയിട്ടെടുക്കുക. ഒരു 2 പേജ് വായിച്ചതിന് ശേഷമോ 2 പാരഗ്രാഫ് വായിച്ചതിന് ശേഷം കിടന്നുറങ്ങുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വായിക്കുന്നത് ഒരു ബുക്കാണെങ്കിലും 2 ബുക്കാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നോളേജ് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും. ഞാൻ പറയുന്നത് നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ബുക്സിനെ കുറിച്ചിട്ടാണ്. നോവലും കഥയൊക്കെ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ ലാംഗ്വേജ് അടിപൊളിയാവാൻ വേണ്ടിയിട്ടും, നമ്മുടെ ഭാവന വളർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനത്തെ ബുക്സ്, സെൽഫ് ഹെൽപ്പ്, അതുപോലെ തന്നെ നോൺ ഫിക്ഷൻ, ഓട്ടോബയോഗ്രഫീസ്, ഇതൊക്കെ നമുക്ക് തരുന്ന നോളേജ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. സോ ബുക്ക് വായിക്കുന്നൊരു ശീലം നിങ്ങൾക്ക് നിങ്ങളുടെ 20s ഉണ്ടെങ്കിൽ നിങ്ങളുടെ 30s അമേസിങ് ആയിരിക്കും. ഡോണ്ട് ബി ടു അവൈലബിൾ ടു പീപ്പിൾ. എല്ലാ ആൾക്കാർക്കും നിങ്ങൾ എപ്പോൾ അവൈലബിൾ ആവരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം, ചില ആൾക്കാരുടെ കൂടെയുള്ള കൂട്ടുകെട്ടിൽ ഇത് വെറും വള്ളിയാണ്, എൻ്റെ കുറേ സമയം പോകുന്നു, പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല, മാത്രമല്ല ഇയാളുടെ ഒരു മെൻ്റൽ പ്രശ്നങ്ങൾ മുഴുവൻ എൻ്റെയിലിട്ട് എൻ്റെ മൈൻഡും ഡിസ്റ്റർബ് ആവുന്നു, അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് ചില ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. അങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തോന്നും സ്വാർത്ഥതയാണെന്നൊക്കെ. സ്വാർത്ഥതയല്ല, നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഫേവർ ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര റൂഡായിട്ട് അവരൊന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ഭയങ്കര വൃത്തിയായിട്ട് നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കാം. ചില ആൾക്കാർക്ക് നമ്മൾ എത്രയൊക്കെ അവൈലബിൾ ആയാലും നമുക്കൊരാവശ്യം വരുമ്പോൾ അവരിൽ നിന്നൊരു ഹെൽപ്പ് കിട്ടുക എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ആവരുത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരാൾക്ക് സിനിമയ്ക്ക് പോകണം, നിങ്ങൾക്ക് പോകണ്ട, നിങ്ങൾ അയാളുടെ കൂടെ കമ്പനിക്ക് അങ്ങോട്ട് പോകുന്നു. ഒരാൾക്ക് ലഞ്ചിന് പോകണം, നിങ്ങൾക്ക് പോകണ്ട, പക്ഷെ അയാളോടത് പറഞ്ഞാൽ അയാൾക്ക് എന്താവുമെന്ന് തോന്നിയിട്ട് നിങ്ങൾ അയാളുടെ കൂടെ പോകുന്നു, കുറേ അവേഴ്സ് അവിടെ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് നിങ്ങളുടെ നിന്ന് ഒരുപാട് പൈസ പോവുക, നിങ്ങളുടെ നിന്ന് ഒരുപാട് സമയം നഷ്ടപ്പെടുക, ഇതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുക, നിങ്ങൾക്ക് സമയം കിട്ടാത്തതിൻ്റെയൊക്കെ പേരിൽ. ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ ഗസ്റ്റ് റോൾ കളിച്ചിട്ട് വേറെ ആൾക്കാർക്ക് കംപ്ലീറ്റ് കൺട്രോളും ആക്സസും കൊടുക്കുന്നതിന് തുല്യമാണത്. അത് ലൈഫിൽ നമ്മൾ എവിടെയും കൊണ്ടെത്തിക്കില്ല. നമ്മൾ ഇങ്ങനെ ഇരുന്ന് റിഗ്രറ്റ് ചെയ്യും. എൻ്റെ കരിയറിൻ്റെയൊക്കെ ഇനീഷ്യൽ സ്റ്റേജസിൽ പല സീനിയേഴ്സിനും വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങനെ നമ്മുടെ സമയം, നമ്മുടെ കുറേ എഫേർട്സ്, കാര്യങ്ങളൊക്കെ വെറുതെ എന്താ പറയുക വെള്ളത്തിൽ ഇങ്ങനെ കൊണ്ട് കളഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ ഇത്തരത്തിലുള്ള കുറേ സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ഒരാൾക്കും നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് അവൈലബിൾ ആവരുത്. ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവൈലബിൾ ആയിരിക്കും. അത് നമുക്കൊരു ചെറിയ ഡിഗ്നിറ്റിയും കൂടെ ബിൽഡ് ചെയ്യും. നമ്മൾ ഭയങ്കര അവൈലബിൾ ആയിട്ടൊരു പീപ്പിൾ പ്ലീസറൊക്കെ ആയിട്ട് നിന്നാൽ ഒരാൾക്ക് നമ്മൾ ഒരു വില ഉണ്ടാവില്ല. ആ വില പിന്നെയാണെങ്കിലും കിട്ടാനൊന്നും പോകുന്നില്ല. സോ ഓൾവേസ് ക്രിയേറ്റ് ടൈം ഫോർ യുവർ സെൽഫ് ആൻഡ് ഡോണ്ട് ബി ടു അവൈലബിൾ ടു സർട്ടൻ പീപ്പിൾ. 8ാമത്തെ പോയിന്റ് കുറച്ച് ട്രിക്കി ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് കേട്ടോ.
എന്ന് വെച്ചാൽ ലിസൺ ബട്ട് ഡോണ്ട് ലിസൺ. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ കുറേയൊക്കെ മെൻ്റലി സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് കേൾക്കേണ്ടാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ഉപദേശങ്ങൾ എടുത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് ശരിയാണെന്നൊക്കെ വിചാരിച്ചത് കൊണ്ടൊക്കെയാണ്. അപ്പം നമ്മൾ കേൾക്കുന്ന എല്ലാ ക്രിറ്റിസിസവും, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന പല ക്രിറ്റിസിസംസൊക്കെ കറക്റ്റാണോ ശരിയാണോ എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി ചിലപ്പോൾ നമ്മുടെ 20s നമുക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഓൺ പാരൻസിൽ നിന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ മണ്ടത്തരങ്ങൾ കേൾക്കുക, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്നായിരിക്കും ചിലപ്പോൾ മണ്ടൻ തീരുമാനങ്ങൾ കേൾക്കുക, തെറ്റുകളിൽ കൂടെയൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ എന്നാലും നമ്മുടേതായിട്ടുള്ളൊരു ചിന്തയും വിലയിരുത്തലും പല കാര്യങ്ങളിലും നമുക്ക് വേണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ കുറേ അധികം പൈസ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പൈസ സേവ് ചെയ്യേണ്ട കാര്യം ചോദിക്കുമ്പം പൈസ സേവ് ചെയ്തിട്ട് ഒട്ടും ശീലമില്ലാത്ത അല്ലെങ്കിൽ അതെന്താ പരിപാടി എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വൈസ് നമ്മൾ എടുത്താൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും? ഇല്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പൈസ എങ്ങനെ സേവ് ചെയ്യണമെന്ന് പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുക. അതിനെക്കുറിച്ച് ശീലമുള്ള ആൾക്കാരുടെ അടുത്തുനിന്നും അത് ചെയ്ത് പരിചയമുള്ള അടുത്തുനിന്ന് മാത്രം ആ ഒരു ഉപദേശം നമ്മൾ കേൾക്കുക. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതേപോലെ തന്നെയാണ് ലൈഫിലെ എല്ലാ കാര്യങ്ങളും. ചില ഏരിയയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരിൽ നിന്ന് നമ്മൾ ഉപദേശങ്ങൾ മേടിക്കാനായിട്ട് പോയാൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് 0 ആണ്, നഷ്ടം ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ക്രിറ്റിസിസം നമുക്ക് തരുന്ന ക്രിറ്റിസിസം ഇത് ക്രിറ്റിസിസം ആണോ അത് വെറുതെ നമ്മളോടുള്ള ജലസി കൊണ്ടൊരു കാര്യം പറയണതാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കും. നമ്മൾ കേൾക്കുക, ഓക്കെ ഒരാളൊരു കാര്യം പറഞ്ഞാൽ ഓക്കെ ഇന്നതൊക്കെയാണ് നീ ചെയ്തത് ശരിയായില്ല, അങ്ങനെ ചെയ്തത് നല്ലതായിരുന്നില്ല, ഈ ഒരു കരിയർ എടുക്കാണ്ടിരിക്കണത് നല്ലത്, ഇങ്ങനെയൊക്കെ ഇവർ പറയുമ്പോൾ നമ്മളിത് കേൾക്കാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ തീരുമാനമെടുക്കേണ്ടത് നമ്മളായിരിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാളൊരു കാര്യം നമ്മളോട് പറയും, ഓക്കെ ഇതാണ് നീ ചെയ്യേണ്ടത് കേട്ടോ, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നല്ലത് കേട്ടോ എന്നുള്ളൊരു നല്ലൊരു ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പം അതിനെ നന്നായിട്ട് ലിസൺ ചെയ്യുക. എല്ലാവരുടെ അടുത്തു നിന്നുള്ള ക്രിറ്റിസിസം, എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക. പക്ഷെ അൾട്ടിമേറ്റ് ഡിസിഷൻ നമ്മുടെ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് പലരുടെയും ലൈഫ് കണ്ട എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് എന്നോട് തന്നെ വളരെ ബഹുമാനം, ഞാൻ എന്നെ തന്നെ എന്താ പറയുക കൊള്ളാം അടിപൊളി എന്ന രീതിയിൽ പറയുന്നതുമായിട്ടുള്ള എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, എനിക്ക് ആൽക്കഹോൾ പ്രശ്നങ്ങളില്ല, അത് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഡ്രഗ്സ്, അത് നമുക്കിങ്ങനെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ പോലും അങ്ങോട്ടൊന്നും പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ ആൾക്കാരുടെ ലൈഫിൽ അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഡ്രഗ്സിനെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്തത് കൊണ്ട് ജീവിതം നശിച്ചു പോയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൽക്കഹോൾ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്തത് കൊണ്ട് കുടുംബം തന്നെ തകർന്നു പോയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ ആ ഒരു ഏർലി പ്രായത്തിൽ, നിങ്ങളുടെ 20s നിങ്ങൾക്ക് നിങ്ങളോട്, നിങ്ങളുടെ ഫാമിലിയോട്, നിങ്ങളുടെ നല്ല ഫ്യൂച്ചറിനോട്, നിങ്ങളുടെ മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിനോടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് എന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡ്രഗ്സ് എന്ന് അതിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫിലോട്ടൊരു തിരിച്ചുവരവ് നമ്മൾ അധികം പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഭയങ്കര സെൽഫ് കൺട്രോൾ ഉണ്ട്, ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ തോന്നിയിട്ടാണ് പല ആൾക്കാരും അതിനുള്ളിൽ പോയി പെടുന്നത്. പക്ഷെ ആ ഒരൊറ്റ തോന്നലിന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ വിലയാണ് കൊടുക്കേണ്ടി വരിക. പിന്നെ ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. ഇതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ഭയങ്കര ഭീകരമായിട്ട് നശിക്കും, അത് വേറെ. പിന്നെ നിങ്ങൾക്ക് കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ലൈഫിൽ ഫോക്കസ് ചെയ്യാം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വേറെ. സോ സിന്തറ്റിക് ഡ്രഗ്സിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആ വഴിക്ക് പോകാണ്ടിരിക്കുക. ആ ഒരു പ്രായത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ തന്നെ ചില നഗരങ്ങളിലോട്ടൊക്കെ, ചില പ്രത്യേക നഗരങ്ങളിലോട്ടൊക്കെ നിങ്ങൾ ജോലിക്ക് വേണ്ടി ചേക്കേറുമ്പോൾ ഇതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങളെ ആൾക്കാർ നിർബന്ധിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലായിരിക്കും. പക്ഷെ ഒരു സിമ്പിൾ നോയിൽ നിങ്ങൾ ഇതിനെയൊക്കെ മാറ്റി നിർത്തണം. പിന്നെ വല്ലാണ്ട് നമ്മളെ ഇതിലോട്ട് വലിച്ചെടുപ്പിക്കുന്ന ഒരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറാൻ നോക്കുക. നമ്മുടെ ലൈഫാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഈ ഒരു ഡ്രഗ്സിൻ്റെ ഒക്കെ ഒരു ഹാബിറ്റിൽ പോയി പെട്ടതിൽ അവൻ പിന്നീട് വളരെയധികം റിഗ്രറ്റ് ചെയ്യും, കരയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ കുട്ടി അതിൽ പെട്ട ഒരു സാഹചര്യം എന്ന് പറയണത്, അയാളുടെ റൂമിലുള്ള ആൾക്കാർ, അയാളുടെ റൂം ആരുടെ കൂടെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് ഈ ഒരു ശീലം ഉണ്ടായിരുന്നു, അങ്ങനെ പോയി പെട്ടതാണെന്നുള്ളൊരു സംഗതി പിന്നീട് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ റൂംമേറ്റ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള വൃത്തിയുള്ള സ്ഥലത്തൊക്കെ പോയി താമസിക്കുക, വൃത്തിയുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ഉപദ്രവമാണ്, ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകാമെന്ന് തോന്നിയാൽ അവിടെ നിന്നൊക്കെ മാറി നിൽക്കുക.
ഈ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസിനെ കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. സോ ഒരിക്കലും അങ്ങോട്ടൊന്നും പെടരുത്. ഈ ആൽക്കഹോളിനെയും ഡ്രഗ്സിനെയൊക്കെ നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണെന്നാണ് ഞാൻ പറയാം. ഇത് എനിക്ക് വളരെ സ്നേഹം കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ പോയി പെട്ടിട്ടുള്ള ഒരാളിൻ്റെ ലൈഫ് നമ്മൾ കാണുമ്പം അവരതിനുള്ളിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് നടത്തുന്ന സ്ട്രഗിൾസ് നമ്മൾ എത്ര സപ്പോർട്ട് ചെയ്താലും അത് കാണുമ്പം നമുക്ക് മനസ്സിലാവും അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ പോയി പെടാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം, ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടാം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞിക്കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നിയെന്ന് വിചാരിക്കും. ഞാൻ ഈ ലാംഗ്വേജ് എന്നൊക്കെ പറയാൻ കാരണം ഞാനൊരു പ്രൊഫഷ്യൻസി കോച്ച് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ എഫേർട്ട് ഇടുക. ഒരൊറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ ഒരു വലിയൊരു സാമ്രാജ്യം ഒന്നും കെട്ടിപ്പടുക്കാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ ഇത്തിരി ഇന്നിപ്പോൾ 2 വേർഡ്സാണ് പഠിച്ചു വെച്ചുള്ളത്, ഇന്നിപ്പോൾ ഒരു പുതിയൊരു ഗ്രാമർ സെൻറ്റൻസ് ഒരു സ്ട്രക്ചറാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറേശ്ശായിട്ട് എല്ലാ ദിവസവും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞു കാര്യം പഠിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയണു മണിക്കൂർ കണക്കിന് വലിയ മല പോലെ ഒന്നും ചെയ്യണ്ട. ഒരിച്ചിരി എഫേർട്ട് പോലും ഇടാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാൻ പാടില്ല. ഈ എന്താ പറയുക, കല്ല് പൊളിക്കുന്നതിനെ കുറിച്ചിട്ടൊരു കഥ ആൾക്കാർ പറയില്ലേ, കണ്ടിട്ടില്ലേ? ഈ മെറ്റലൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ ആൾക്കാർ? ഒരു കുറേ നേരം ഒരു പാറയും ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്ന കാണാൻ പറ്റും. എത്ര അടിച്ചാലും ആ പാറ പൊട്ടുന്നുണ്ടാവില്ല. അവസാനം നമ്മൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് പാറയിലൊരു ക്രാക്ക് വീഴും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് പൊടിയാൻ തുടങ്ങും. വളരെ പെട്ടെന്നായിരിക്കും പിന്നെ ആ പൊടിയില്ല. അപ്പോൾ ആ ഒരു ക്രാക്ക് വീഴുന്ന പോയിന്റ് വരയ്ക്ക് നമ്മളിങ്ങനെ അതിനെ അടിച്ചുകൊണ്ടിരിക്കണം. അത്രയും നേരം അത് അടിച്ചില്ലെങ്കിൽ ആ പാറ പൊട്ടില്ല. ഇതാണ് കൺസിസ്റ്റൻ്റ് എഫേർട്ട് എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാ ദിവസവും നമ്മൾ കുറേശ്ശെ എഫേർട്ട് ഇടുമ്പോൾ ബാലികാറാം മലയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് പൊട്ടിയില്ലാണ്ടാവും. സോ നമ്മൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ കാര്യത്തിലും എഫേർട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. അത് എത്ര വലിയ ഡ്രീംസ് ആണെങ്കിലും ചെറിയ ഡ്രീംസ് ആണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും കുറേശ്ശെ ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ്. സോ എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ചാനലിനകത്ത് എന്താ പറയുക, കൺസിസ്റ്റൻ്റായിട്ട് ഇതുപോലെ പലതും ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര ശതമാനം നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും റിഗ്രറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ് ഞാൻ. സോ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനലിനെ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഞാൻ വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.